പ്രിയപ്പെട്ടവരെ, ഈസ്റ്ററിന് വിശുദ്ധ കുർബാനയ്ക്കൊപ്പം ഒരു മുട്ട കയ്യിൽ കൊടുക്കുന്നത് എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഈസ്റ്റർ സന്ദേശങ്ങൾ എഴുതി പല വിധത്തിലും തരത്തിലും വലുപ്പത്തിലും കളറാക്കാറുണ്ട് ഈ ഒരു ചടങ്ങ്. എന്നാൽ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ച് എത്ര പേർക്ക് അറിയാം? ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ട് പലതരം കഥകളുണ്ട്. പലതരം വരകളിലും നിറങ്ങളിലും കിട്ടുന്ന ഈ മനോഹരമായ മുട്ടകളുടെ പിന്നിലെ കഥ എന്താണ്? കുരിശിലേറിയ യേശു ഉയർത്തെഴുന്നേറ്റിൻ്റെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ ആഘോഷിക്കുന്ന ദിവസമാണല്ലോ ഈസ്റ്റർ. നന്മയുടെയും ഐശ്വര്യത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ. ലോകത്തിലുള്ള എല്ലാവരും ഒന്നാകെ ആഘോഷമാക്കുന്ന ഈസ്റ്ററിന് വിവിധ തരം ആഹാരങ്ങളൊക്കെ ഒരുക്കി നമ്മൾ കൊണ്ടാടുന്നു. ഈസ്റ്റർ അപ്പം, ഈസ്റ്റർ മുട്ടകൾ എന്നിവയാണ് അന്നത്തെ പ്രധാനികൾ. അതിൽ ഏറ്റവും പ്രധാനമാണ് മുട്ടകൾ. നിരത്തുകളിലും കടകളിലുമെല്ലാം ഈസ്റ്റർ മുട്ടകൾ കിട്ടാറുണ്ട്. പലതരം വരകളിലും നിറങ്ങളിലും കിട്ടുന്ന ഈ മനോഹരമായ മുട്ടകളുടെ പിന്നിലുള്ള കഥ ഇത് തന്നെ. ഏതൊരു ആഘോഷത്തിനും പല നാടുകളിൽ പല വിശ്വാസമാണ് നിലനിൽക്കുക. അതുപോലെ ഈസ്റ്റർ മുട്ടയുമായി ബന്ധപ്പെട്ടും പലതരം കഥകളുണ്ട്. പുരാതന കാലത്തെ ആസ്പദമാക്കിയാണ് അത്. മെസപ്പൊട്ടോമിയയിലെ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലാണ് ഈസ്റ്റർ മുട്ടകൾ ആചാരമായി തുടക്കമിട്ടത്. പിന്നീടുള്ള കാലങ്ങളിൽ അത് മറ്റ് രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ആയിരക്കണക്കിന് വർഷം മുമ്പ് വസന്തകാലാഘോഷങ്ങളുടെ ഭാഗമായി മുട്ടത്തോടുകൾ അലങ്കരിക്കുന്നത് പതിവായിരുന്നു. വസന്തകാലത്ത് നടക്കുന്ന ആഘോഷമായതിനാൽ ഇത് പിന്നീട് ഈസ്റ്റർ ആഘോഷത്തിനും ഉപയോഗിച്ച് തുടങ്ങി. അമേരിക്കയിലും കാനഡയിലും കുട്ടികൾക്കിടയിൽ ഈസ്റ്റർ മുട്ടകളുമായി ബന്ധപ്പെട്ട് കൗതുക കഥ പ്രചാരത്തിലുണ്ട് ഇന്നും. ഈസ്റ്റർ ബണ്ണി എന്ന മുയലുകളാണ് ഈ മുട്ട കൊണ്ടുവരുന്നതെന്നാണ് ഇവരുടെ വിശ്വാസം. ബ്രിട്ടനിൽ 15-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഈസ്റ്റർ ദിവസം രാവിലെ അരിമാവ് കൊണ്ടും പഞ്ചസാര കൊണ്ടും മുട്ടകൾ തയ്യാറാക്കും. ഈ മുട്ടകൾ രാവിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. കൂടാതെ കുട്ടികൾക്ക് വേണ്ടി ഈസ്റ്റർ ദിനത്തിൽ വീട്ടുകാർ മുട്ടകൾ ഒളിപ്പിച്ചു വെക്കും. ഇങ്ങനെ പല നാടുകളിൽ പല രീതികളിൽ മുട്ടകൾ കൊണ്ട് ആഘോഷമാക്കും. രണ്ട് വിധത്തിലാണ് ഈസ്റ്റർ മുട്ടകൾ തയ്യാറാക്കുക. കോഴിയുടെയോ താറാവിൻ്റെയോ മുട്ട തിളപ്പിച്ച് പുറന്തോടിൽ ചായങ്ങൾ പൂശി ആകർഷമാക്കി എടുക്കുന്നതാണ് പരമ്പരാഗത രീതി. പിന്നീട് ചോക്ലേറ്റ് മുട്ടകളും പ്ലാസ്റ്റിക് മുട്ടകളും ഒക്കെ വിപണിയിൽ പ്രചാരത്തിൽ വന്നു. അതിനകത്ത് മിഠായികളോ ചോക്ലേറ്റുകളോ നിറച്ച് ഭംഗിയുള്ള വർണ്ണക്കടലാസുകളിൽ പൊതിഞ്ഞ് സമ്മാനങ്ങളുമായി ഇവ നൽകാറുണ്ട്. എന്തിനാണ് ഈസ്റ്റർ മുട്ടകൾക്ക് നിറം നൽകുന്നത്? മെസപ്പൊട്ടോമിയയിൽ ആദ്യകാലത്ത് ക്രിസ്ത്യാനികളാണ് ഈസ്റ്റർ മുട്ടകൾക്ക് നിറം നൽകുന്ന ആചാരത്തിന് തുടക്കം കുറിച്ചതും. തുടക്കത്തിൽ കുരിശിലേറിയ യേശു ക്രിസ്തുവിന്റെ രക്തത്തെ പ്രതിനിധീകരിക്കുവാൻ മുട്ടകൾക്ക് ചുവപ്പ് നിറമാണ് നൽകിയിരുന്നത്. കാലക്രമേണ ഈ പാരമ്പര്യം കിഴക്കൻ ഓർത്തഡോക്സ് പള്ളികളിലുടനീളം വ്യാപിച്ചു. ഒടുവിൽ യൂറോപ്പിലെ കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് പള്ളികളിലും അത് എത്തി. ഇവിടെ നമ്മുടെ കേരളത്തിൽ 2 വർഷം മുമ്പ് കോട്ടയം കപ്പുച്ചിൻ പ്രൊവിൻഷ്യൽ ഹൗസിൽ വൈദികർ വ്യത്യസ്തമായ രീതിയിൽ ഈസ്റ്റർ മുട്ടയിൽ QR കോഡ് ആലേഖനം ചെയ്തത് വൈറലായൊരു വാർത്ത തന്നെയായിരുന്നു. ഈസ്റ്ററിന്റെ ആത്മീയത ഒട്ടും ചേരാതെ തന്നെ കാലത്തിനൊത്ത് സഞ്ചരിക്കുവാൻ ന്യൂജൻ ആശയത്തിലൂടെ ആ വൈദികർക്കെന്നായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈസ്റ്റർ മുട്ടയോടൊപ്പം എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്താലോ എന്ന ചിന്തയിൽ നിന്നാണ് ഈസ്റ്റർ മുട്ടയിൽ QR കോഡ് എന്ന ഒരു ആശയത്തിൽ എത്തിച്ചേർന്നത്. ഈസ്റ്ററിന്റെ പാതിരാ കുർബാനയ്ക്ക് കോട്ടയം കപ്പുച്ചിൻ പ്രൊവിൻഷ്യൽ ഹൗസിലെ ചാപ്പലിലെ തിരുക്കർമ്മങ്ങൾക്ക് വന്നവർക്ക് സമ്മാനമായി നൽകുന്ന മുട്ടയിൽ വെറും ഹാപ്പി ഈസ്റ്റർ മാത്രമാകാതെ ഈസ്റ്റർ സന്ദേശവും സമ്മാനവുമൊക്കെ ചേർത്ത് ഒരു വ്യത്യസ്തമായ മാർഗത്തെക്കുറിച്ച് അവർ അന്ന് ചിന്തിച്ചു. അപ്പോഴാണ് തിരുപ്പട്ട സ്വീകരണത്തിന്റെ ഭാഗമായി റൂട്ട് മാപ്പ് QR കോഡ് ഉപയോഗിച്ച് സെറ്റ് ചെയ്തിരുന്ന കാര്യം ഓർമ്മയിൽ വന്നതും. തിരുപ്പട്ട സ്വീകരണത്തിന്റെ കാർഡിൽ QR കോഡ് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ വഴിതെറ്റാതെ ദേവാലയത്തിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈസ്റ്റർ മുട്ടയിലും ഈ ഒരു ആശയം പരീക്ഷിച്ചാൽ എന്താണ്? അങ്ങനെയാണ് പ്രൊവിൻഷ്യൽ ഫാദർ ജോർജ് ആന്റണി ആശാരിച്ചേരിയിൽ കപ്പുച്ചിൻ്റെ ഒരു സന്ദേശവും ഒരു സമ്മാനവും ചേർത്ത ഒരു ഈസ്റ്റർ മുട്ട എന്ന ആശയം അവർക്കന്ന് മനസ്സിൽ തോന്നിയത്. ഈസ്റ്റർ മുട്ടയുടെ പുറത്ത് തന്നെ QR കോഡ് സെറ്റ് ചെയ്തു. അത് മൊബൈൽ സ്കാൻ ചെയ്യുന്നവർക്ക് സന്ദേശവും സമ്മാനവും ലഭ്യമാവുന്ന രീതിയിലായിരുന്നു തയ്യാറാക്കിയതും. വെറുതെ ഒരു ഹാപ്പി ഈസ്റ്റർ മാത്രമാകാതെ ഈസ്റ്ററിന് ഒരു നല്ല സന്ദേശം ആളുകളിലേക്ക് എത്തിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെ പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ 30 സെക്കൻഡ് ദൈർഘ്യമുള്ള സന്ദേശവും ഒപ്പം ഒരു സമ്മാനവും QR കോഡിലൂടെ സമൂഹ അംഗങ്ങളിലേക്ക് എത്തി. ആളുകൾ വളരെ താല്പര്യത്തോടെയാണ് വ്യത്യസ്തമായ ഈസ്റ്റർ മുട്ടയെ സ്വീകരിച്ചതെന്ന്. QR കോഡ് കണ്ട് കുട്ടികളാണ് ആദ്യം ഇതെന്താണെന്ന് അന്വേഷിച്ചത്. സ്കാൻ ചെയ്ത് നോക്ക്, ഇതിൽ രഹസ്യം ഞങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് അവരോട് പറഞ്ഞു അവർ. അതോടെ ആൾക്കാർക്ക് ഈസ്റ്റർ മുട്ടയെടുക്കാൻ വളരെയേറെ താല്പര്യവും അതിലേറെ ആകാംക്ഷയുമായി. പ്രായമായവർക്ക് കാര്യം മനസ്സിലാകാതെ വന്നപ്പോൾ അവർ കുട്ടികളോട് ചോദിച്ചു. സംഭവം അവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഈസ്റ്റർ മുട്ടയിലെ QR കോഡ് ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് എല്ലാവർക്കും വളരെ പുതുമയാർന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ആളുകൾ വ്യത്യസ്തമായ ഈസ്റ്റർ മുട്ടയെക്കുറിച്ച് അറിയുകയും നിരവധി പേർ അഭിനന്ദനം അറിയിക്കുകയും ചെയ്തുവെന്ന് വൈദികർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു.
ലളിതമായ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് രസകരമായി ഈസ്റ്ററിന്റെ സന്ദേശം എത്തിക്കുവാൻ സാധിക്കുന്നതെന്ന ചിന്തയിൽ നിന്നാണ് ഈ ന്യൂജൻ ആശയം അവരുടെ മനസ്സിൽ അന്ന് ഉരുത്തിരിഞ്ഞത്. എന്താണെങ്കിലും ഇന്നും ഈ കാലഘട്ടത്തിൽ ഈസ്റ്റർ മുട്ടകൾ വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ.